നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 9 കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസാണ്. അതിൽ 3 ആക്ടിവിറ്റീസാണ്. പേജ് നമ്പർ 8 2 ആക്ടിവിറ്റീസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് പേജ് നമ്പർ 9 3, 4 and 5 ഈ 3 ആക്ടിവിറ്റീസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തേർഡ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. Write the sequence of natural numbers which leave remainder 1 on division by 3 and the sequence of natural numbers which leave remainder 2 on division by 3. അപ്പോൾ 2 സീക്വൻസ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സീക്വൻസ് എന്താണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആണ്. അത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ആ ഒരു സീക്വൻസ് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. 1നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ടൈംസ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ റിമൈൻഡർ 1 ആണ്. ഇനി ഡിവിഷൻ ബൈ 3 പറഞ്ഞിരിക്കുന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നോക്കിയാൽ 1 + 3 എത്ര വരും? 4. ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ 4നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈംസ് അല്ലേ? 1 3s are 3. നോക്കിയാൽ റിമൈൻഡർ 1 വന്നു. ഇനി 4ൻ്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്യുക. അപ്പോൾ 7 ഇതുപോലെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ടൈംസ് വരും. 2 3s are 6. റിമൈൻഡർ എന്താണ്? 1. അപ്പോൾ അതിനെ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 7 + 3 10, 10 + 3 13, പിന്നെ എക്സിട്ര. സീക്വൻസ് പറയുമ്പോൾ നമ്മൾ എക്സിട്ര അവിടെ കാണിച്ചിരിക്കണം ഡോട്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതാണ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു സീക്വൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? സെയിം ഇത് തന്നെയാണ്, പക്ഷേ വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ റിമൈൻഡർ 2 വരണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്പർ ഏതായിരിക്കും വരിക? 2 ആണ് അല്ലേ? 0 ടൈംസ് വരുമ്പോൾ റിമൈൻഡർ 2 വരും. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. 2 + 3 5. 5നെ നമുക്ക് ഇതുപോലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈംസ് വരും. റിമൈൻഡർ 2 ആണ്. ഇനി 5 + 3 8, 8 + 3 11, 11 + 3 14. പിന്നെ അതങ്ങനെ സീക്വൻസ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് നമ്പറുകൾ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറാണ് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏത് സീക്വൻസും എങ്ങനെ ചോദിച്ചാലും നമുക്ക് അതുപോലെയാണ് ആൻസർ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 7 ആണെങ്കിൽ നമ്മൾ 7 ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ റിമൈൻഡർ ഏതാണോ അതായിരിക്കും നമ്മുടെ ആദ്യത്തെ നമ്പറായിട്ട് വരിക. ഇനി ഫോർത്ത് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ്സ് 1 or 6. ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways. അപ്പോൾ നമ്മളോട് ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അസെൻഡിങ് ഓർഡർ, അതായത് സ്മോൾ ടു ബിഗിൽ തുടങ്ങണം. വിത്ത് ലാസ്റ്റ് ഡിജിറ്റ്സ്, നാച്ചുറൽ നമ്പറാണ്, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് 1 or 6 വരണം. അപ്പോൾ 1 പിന്നെ 6 അല്ലേ? 1ൻ്റെയും 6ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ്സ് 1 ആണ്. അടുത്ത എന്താ? അല്ല, 1ഉം 6ഉം ആണ്. രണ്ടും വരാം, ഏത് വേണമെങ്കിൽ വരാം. ഓർഡറിൽ വേണം നമുക്ക് എഴുതാനായിട്ട്. പിന്നെ അടുത്ത് ഏതാ വരെ? 11, അതുപോലെ തന്നെ 16. കണ്ടോ? ലാസ്റ്റ് ഡിജിറ്റ്സ് 1ഉം 6ഉം ആയിട്ട് വന്നു. പിന്നെ 21, 26 അല്ലേ? അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ആ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways. 2 രീതിയിൽ നമുക്ക് ഈ സീക്വൻസിനെ എക്സ്പ്രസ് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. ഒന്ന് നമുക്ക് എന്തെന്ന് പറയാം? ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ 2 രീതിയിൽ നമുക്കിതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 നിന്ന് തുടങ്ങി ആൻഡ് റിട്ടേൺ ഇൻ ആഡിങ് 5 to each other. നോക്കിയേ, 1 തുടങ്ങി നമ്മൾ 5 ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? 5 ആഡ് ചെയ്തപ്പോൾ 6 ആയി, അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ 11 വന്നു. അങ്ങനെ അതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സീക്വൻസ് ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 അല്ലേ? ആദ്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ് നമ്മൾ പറയണം അല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് റിട്ടേൺ. എങ്ങനെ എഴുതണം? റിട്ടേൺ ഇൻ ആഡിങ് 5. ഓരോന്നിൻ്റെയും കൂടെ 5 ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആഡിങ് 5 to each other. അപ്പോൾ ഇതൊരു രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സെയിം സീക്വൻസിന് കിട്ടും. ഇനി രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ഈ സെയിമിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ ഡിവിഷൻ ഇല്ലേ, അതുപോലെ ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ലീവ് എ റിമൈൻഡർ ഓഫ് 1 when divided by 5. കണ്ടോ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 1 വരണം. അപ്പോൾ നോക്കിയേ, ഈ സെയിം സീക്വൻസിൽ വരിക. 1 സ്റ്റാർട്ട് ചെയ്തു, 5 ഇത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞാലും നമുക്ക് ഈ സെയിം സീക്വൻസ് തന്നെയാണ് വരിക. അപ്പോൾ എന്താ പറയുന്നത്? ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് that leave
എ റിമൈൻഡർ എത്രയാണ് റിമൈൻഡർ വരിക? ദാറ്റ് ലീവ് എ റിമൈൻഡർ ഓഫ് 1 വെൻ ഡിവൈഡഡ് ബൈ 5. വെൻ ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. അപ്പോഴും സെയിം സീക്വൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് റിട്ടേൺ ഇൻ ആഡിങ് 5 ടു ഈച്ച് അതർ. അപ്പോഴും സെയിം സീക്വൻസ് കിട്ടുക. ഒരു സീക്വൻസിനെ നമുക്ക് ഇതുപോലെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി ഒന്ന് നോക്കാം. അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസ് ആണ്. കുറച്ച് ഫിഗർ കണ്ടോ നിങ്ങൾ? 3 ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട് ട്രയാങ്കിൾ ആയിട്ട്. അത് നമ്മൾ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിളുടെ മിഡ് പോയിന്റുകൾ എടുത്തിട്ട് അതിന് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടോ ഉള്ളിൽ വേറൊരു ട്രയാങ്കിൾ കിട്ടി. അത് നമ്മളവിടെ വൈറ്റിഷ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മറ്റ് 3 നമ്മളവിടെ റെഡ് ആയിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഇതന്നെ സെയിം ഇവിടെ. പിന്നെ ഇപ്പോൾ ഇവിടെ 3 ട്രയാങ്കിൾ കിട്ടിയല്ലോ, അതിനെ വീണ്ടും ഇതിൻ്റെ മിഡ് പോയിന്റുകൾ എടുത്തു, ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും ഈ 2 സൈഡിലും. അങ്ങനെ വീണ്ടും നമുക്കിതുപോലെ ട്രയാങ്കിൾ കിട്ടി. ഈ സെയിം സെക്കൻഡ് പിക്ചറിൽ വീണ്ടും ഇതുപോലെ ഓരോന്നിൻ്റെയും മിഡ് പോയിന്റുകൾ എടുത്തിട്ട്, ഓരോ റെഡ് ട്രയാങ്കിളിൻ്റെയും മിഡ് പോയിന്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും സെക്കൻഡ് പിക്ചറിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ തേർഡ് പിക്ചർ നമുക്കിവിടെ കിട്ടും. ഇനി അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം number of red triangles in first picture. നോക്കിയേ, ആദ്യത്തേൽ എത്ര ഉണ്ട്? 1 2 3. ഈസി ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ആദ്യത്തെ പിക്ചറിലെ റെഡ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ സെക്കൻഡ് പിക്ചർ എത്ര വരും? 1 2 3 4 5 6 7 8 9. ഇനി നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ തേർഡ് പിക്ചർ എത്ര വരും? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. കണ്ടോ? 27 ആണ് ലാസ്റ്റ് പിക്ചറിലുള്ള റെഡ് ട്രയാങ്കിളുടെ എണ്ണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിലത്തെ സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതിലത്തെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. അതായത് മൊത്തത്തിൽ ഈ വലിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ, കട്ട് ചെയ്യണതിന് മുമ്പുള്ളത്, അതിൻ്റെ ഏരിയ നമ്മൾ 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്മോൾ ട്രയാങ്കിൾ, ഇവിടെ റെഡ് ആയാലും ഇതായാലും ഇതിൻ്റെ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിക്ചറിനെ നോക്കാം. ഓരോ പിക്ചറിൻ്റെ ഏരിയ വ്യത്യാസമായിരിക്കും അല്ലേ? പക്ഷേ ഈ മൊത്തത്തിലുള്ള വലിയ ട്രയാങ്കിളുടെ എല്ലാ പിക്ചറിൻ്റെയും 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ട്രയാങ്കിളുടെ ഏരിയ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, മൊത്തത്തിലെ ഏരിയ 1 ആണ്. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്? 1 2 3 4. മൊത്തത്തിലുള്ള ഏരിയ 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 4 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 4, ഇതിന് എന്തെന്ന് പറയാം നമുക്ക്? 1/4. അപ്പോൾ ഫസ്റ്റ് പിക്ചറിലെ ഒരു സ്മോൾ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1/4. ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഫസ്റ്റ് പിക്ചർ ഈസ് ഈക്വൽ ടു 1/4. അങ്ങനെ എഴുതണം കേട്ടോ. ഇനി അടുത്തത് സെക്കൻഡ് പിക്ചർ. ഞാൻ ഷോർട്ടായിട്ടാണ് എഴുതുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, അതായത് സ്മോൾ ട്രയാങ്കിൾസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ ഈസ് ഈക്വൽ ടു, സെക്കൻഡ് പിക്ചറിൽ എത്ര ട്രയാങ്കിൾസ് വരുന്നുണ്ട്? മൊത്തത്തിലുള്ളത് 1 ആണല്ലേ? 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് വരുന്നുണ്ട്? ടോട്ടൽ അവിടെ 16 ട്രയാങ്കിൾസ് വരുന്നുണ്ട് അവിടെ. ഇവിടെ നമ്മളത് മൊത്തത്തിൽ ഇതിവിടെ ചെയ്തിട്ടില്ല. ഈ വലിയ ട്രയാങ്കിൾ നമ്മൾ ചെയ്തിട്ടില്ല. റെഡ് ട്രയാങ്കിളാണ് നമ്മൾ 9 പറഞ്ഞത്. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ഇതുപോലെ ചെയ്താൽ കിട്ടും. അപ്പോൾ മൊത്തത്തിൽ അവിടെ 16 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ 1/16 ആണ് അവിടെ എന്ത് വരുന്നത്? ഏരിയ വരുന്നത്. ഒരു സ്മോൾ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് 1/16 ആണ്. അതേപോലെ തന്നെ തേർഡ് പിക്ചറിൽ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ തേർഡ് പിക്ചർ, ഇവിടെ ടോട്ടൽ 64 ട്രയാങ്കിൾ വരുന്നുണ്ട്. 27 റെഡ് ട്രയാങ്കിൾസും അതുപോലെ ബാക്കി ട്രയാങ്കിൾസ് കൂടുമ്പോൾ 64 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 1/64 ആണ് വരിക. അപ്പോൾ ആ ആക്ടിവിറ്റി മനസ്സിലായല്ലോ. ഇനി അതിൽ തേർഡ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഇതിപ്പോൾ ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് അല്ലേ? ഇനി റെഡ് ട്രയാങ്കിൾ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ ഓരോ പിക്ചറിലും റെഡ് ട്രയാങ്കിളിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ. അപ്പോൾ ഞാൻ വെറുതെ ഫസ്റ്റ് പിക്ചർ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ എന്ത് എഴുതണം? ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഫസ്റ്റ് പിക്ചർ ഇസ് ഈക്വൽ ടു, ആകെ എത്ര ഫസ്റ്റ് പിക്ചറിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? 3 മൾട്ടിപ്ലൈഡ് വിത്ത് ഒരു
ട്രയാങ്കിളുടെ ഒരു സ്മോൾ ട്രയാങ്കിളുടെ ഏരിയ എത്രയായിരുന്നു 1/4. അപ്പോൾ 3 മൾട്ടിപ്ലൈഡ് വിത്ത് 1/4 അതായത് 3/4. അതുപോലെ തന്നെ സെക്കൻഡ് പിക്ചർ എടുക്കാം. സെക്കൻഡ് പിക്ചറിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയായിരുന്നു 9. അപ്പോൾ 9 മൾട്ടിപ്ലൈഡ് വിത്ത് അവിടുത്തെ ഒരു ട്രയാങ്കിളുടെ ഏരിയ എത്രയാണ് 1/16. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്ത് കിട്ടും? അവിടെയുള്ള സെക്കൻഡ് പിക്ചറിലുള്ള എല്ലാ റെഡ് ട്രയാങ്കിൾസിൻ്റെയും ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 9/16 ആണ്. ഇനി അടുത്ത് നമുക്ക് തേർഡ് പിക്ചർ എടുക്കാം. തേർഡ് പിക്ചറിൽ ടോട്ടൽ 27 ട്രയാങ്കിൾസ് ഉണ്ട്. ഒരു ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് 1/64 ആണ്. അപ്പോൾ നമുക്ക് 27/64 ആണ് ആ ഒരു തേർഡ് പിക്ചറിലുള്ള എല്ലാ റെഡ് ട്രയാങ്കിൾസിൻ്റെയും കൂടിയിട്ടുള്ള ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇതിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സബ് ക്വസ്റ്റ്യൻ ആണ് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അതിനൊക്കെ നമുക്ക് സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ആയിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി സബ് ക്വസ്റ്റ്യൻ ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ്. അപ്പോൾ റെഡ് ട്രയാങ്കിൾസ് ഇങ്ങനെ ഒരു 5 പിക്ചർ ഉണ്ടായിരുന്നെങ്കിൽ ആ റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം അതിൻ്റെ സീക്വൻസ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനോട് കൂടിയിട്ട് എഴുതാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് എഴുതണം. ദ ഫസ്റ്റ് 5 ടേംസ് ചോദിച്ചിട്ടുണ്ട്. 5 ടേംസ് ഓഫ് ദ സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ്. ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതണേ. നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ ഇസ് ഈക്വൽ ടു ആദ്യത്തെ പിക്ചറിൽ 3 ആയിരുന്നു അല്ലേ. രണ്ടാമത്തെ പിക്ചറിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു? 9. പിന്നെ 27. കണ്ട 3യുടെ മൾട്ടിപ്ലൈ ആയിട്ടാണ് പോണത്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 27 × 3 81. 81 × 3 243. നമ്മളോട് ഫസ്റ്റ് 5 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇത്ര എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഏരിയ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ അല്ലേ. ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ് ഓഫ് ഏരിയ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ റെഡ് ട്രയാങ്കിൾ എന്ന് പറയാം. ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ എന്നോ അല്ലെങ്കിൽ റെഡ് ട്രയാങ്കിൾ പറയാം. സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ ഇസ് ഈക്വൽ ടു ആദ്യത്തെ എന്തായിരുന്നു? 1/4 ആയിരുന്നു അല്ലേ. 1/4 അല്ലേ നമ്മൾ എഴുതിയിട്ടുണ്ട്. നോക്കിയേ 1/4, 1/16, 1/64 എന്ന് പറയുമ്പോൾ എന്താണ്? 4 കൊണ്ട് അവിടെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. 1/4 ഇതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/16, 1/64. ഇനി നമ്മൾ അടുത്തത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/256 or 1/1024. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എല്ലാ റെഡ് ട്രയാങ്കിൾസിൻ്റെയും ടോട്ടൽ ഏരിയ എത്രയായിരുന്നു അല്ലേ. ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ് of the total area of all red triangles in each picture. ആദ്യത്തെ എത്ര നമ്മൾ എഴുതിയിരിക്കുന്നത്? 3/4 അല്ലേ. 3/4, 9/16, 27/64. 3/4 എങ്ങനെ 9/16 ആയത്? ഇവിടെ മുകളിൽ നമ്മൾ ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിനെ 4 കൊണ്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 3/4 ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9, ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കണ്ടോ. പിന്നെ ഇവിടെ 27, ഇവിടെ എന്ത് വരും? 64. ഇവിടെ 81 ഡിവൈഡഡ് ബൈ 256. ഇവിടെ 243 ഡിവൈഡഡ് ബൈ 1024. നോക്കിയേ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് സീക്വൻസിൻ്റെ കോമ്പിനേഷൻ അല്ലേ. കണ്ടോ ഇത് ന്യൂമറേറ്ററിലായിട്ട് വന്നു, ഇത് ഡിനോമിനേറ്ററായിട്ട് വന്നു. കണ്ടോ ഇവിടെ 3, ഇവിടെ 4. കണ്ടോ 3/4, 9/16,
27/64, 81/256, 243/1024. കണ്ടോ? അപ്പോൾ മൂന്നാമത്തെ സീക്വൻസ് കണ്ടോ? അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസും അതുപോലെ തന്നെ ഏരിയ ഓഫ് വൺ സ്മോൾ ട്രയാങ്കിൾ, അതാണ് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് മൂന്നാമത്തെ സീക്വൻസോടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പേജ് നമ്പർ 9 ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്